ബാവുട്ടിക്ക് ശേഷം രഞ്ജിത്ത് മമ്മൂട്ടിയെ മാത്തുക്കുട്ടിയാക്കുന്നു. ഓഗസ്റ്റ് സിനിമയാണ് കടൽ കടന്നൊരു മാത്തുക്കുട്ടി നിർമ്മിക്കുന്നത്. പ്ലാങ്കമൺ എന്ന ഗ്രാമത്തിൽ നടക്കുന്ന കഥ മലയാളിയുടെ സമകാലിക ജീവിതത്തെക്കുറിച്ചാണെന്ന് സംവിധായകൻ പറയുന്നു. ഒരു സോഷ്യൽ സറ്റയർ തന്നെയാണ് ഒരർത്ഥത്തിൽ. പ്ലാങ്കമൺ എന്ന പേരുള്ളൊരു ഗ്രാമമാണ് ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അത് അർത്ഥത്തിൽ നമുക്കതിനെ കേരളമായി തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ സോഷ്യോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിലുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ നടക്കുന്ന ഗെയിംസ്, പൊളിറ്റിക്കലും അല്ലാത്തതുമായിട്ടുള്ള പലതരം ഗെയിംസും ഇതിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. അതിനെല്ലാം സാക്ഷിയായാണ് ഈ പ്രവാസിയായ ജർമ്മനിയിൽ നിന്ന് തിരിച്ചെത്തുന്ന മാത്തുക്കുട്ടി എന്ന മമ്മൂക്ക അവതരിപ്പിക്കുന്ന കഥാപാത്രം. ജർമ്മനിയിൽ ജീവിക്കുന്ന മലയാളിയാണ് മാത്തുക്കുട്ടി. മധ്യ തിരുവിതാംകൂറിലാണ് കഥ നടക്കുന്നത്. മധു നീലകണ്ഠൻ്റേതാണ് ക്യാമറ. ഒരുപാട് നന്മകളുള്ള മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ജീവിത സന്ദർഭങ്ങളുള്ള ഒരു സിനിമയായിരിക്കും കടൽ കടന്നൊരു മാത്തുക്കുട്ടി. ഇതിലെ മുഖ്യ കഥാപാത്രമായ മാത്തുക്കുട്ടിയായി വരുന്നത് മമ്മൂക്കയാണ്. ലാലേട്ടനൊരു ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്തു കഴിഞ്ഞു. ദിലീപേട്ടനൊരു ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്യാനിരിക്കുകയാണ്. ദിലീപും ജയറാമുമൊക്കെ അതിഥി താരങ്ങളായി സിനിമയിലെത്തുന്നുണ്ട്. ദാ തടിയയിലൂടെ എത്തിയ ശേഖർ ഒരു വേഷം ചെയ്യുന്നു. ബാലചന്ദ്രമേനോൻ അഭിനയിക്കുന്നു എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. സിനിമയെക്കുറിച്ച് നടൻ സുരേഷ് കൃഷ്ണ. രഞ്ജിയേട്ടൻ്റെ ഇതിനു മുമ്പ് തിരക്കഥയായാലും പലേരി മാണിക്യം, അതുപോലെ ഇന്ത്യൻ റുപ്പി, ഇതിലൊക്കെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പോലെ 1ഉം 2ഉം സീനൊക്കെ വന്നു പോകുന്ന വേഷങ്ങളായിരുന്നു ഇതിനു മുമ്പ് കിട്ടിയിട്ടുള്ളത്. ഇത് ചിലപ്പോൾ എന്താ പറയുക, കുറച്ചുകൂടെയൊക്കെ ലെങ്ത്തുള്ള ഒരു ക്യാരക്ടറാണ്. ക്യാരക്ടറിൻ്റെ പേര് സോമൻ എന്നാണ്. ജർമ്മനിയിലുള്ള ഒരു മലയാളി ആണ്. ഷഹബാസ് അമനും അനു എലിസബത്തുമാണ് ഗാനങ്ങൾ ഒരുക്കുന്നത്. റംസാൻ റിലീസ് മുന്നിൽ കണ്ടാണ് സിനിമ പൂർത്തീകരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.